ഇന്ന് USSന്റെ മാത്സിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. സെക്കൻഡ് പാർട്ട് ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷന്റെ ബേസ് ആയിട്ടുള്ള വീഡിയോ ആണ് ആവശ്യമെങ്കിൽ അത് കമന്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. ഇന്ന് നമ്മൾ ആവറേജ് എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആവറേജ് എന്താണെന്ന് ചോദിച്ചാൽ ആവറേജ് ഇസ് എ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് മെഷർമെൻറ്റ്സ്. ഒരു കൂട്ടം മെഷർമെൻറ്റുകളുടെ അല്ലെങ്കിൽ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നമ്പർ ആയിരിക്കും ആവറേജ് എന്ന് പറയുന്നത്. നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. എന്താണ് നോക്കാം. ആവറേജ് എ ഈസ് ഈക്വൽ ടു സം ഓഫ് മെഷർമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ്. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ മറക്കരുത്. ഇതാണ് നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. ആവറേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് മെഷർമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ്. ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യണമെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ യൂസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 1, 2, 3, 4, 5 എന്നീ 5 നമ്പേഴ്സ് തന്നിട്ട് ഇതിൻ്റെ ആവറേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നു എന്ന് വെച്ചോ. സോ അതിന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും. എ ഈസ് ഈക്വൽ ടു എസ് ബൈ എൻ. ഇവിടെ എസ് എന്താണ്? സം ഓഫ് മെഷർമെൻറ്റ്സ് ആണ്. സം എങ്ങനെ കണ്ടുപിടിക്കും? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 1 + 2 + 3 + 4 + 5. ഇനി ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് ആണ്? എത്ര നമ്പർ ഉണ്ട്? 1, 2, 3, 4, 5. 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 15/5 ഈസ് ഈക്വൽ ടു 3. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുവാണ്. 1, 2, 3, 4, 5 അല്ലാതെ നമുക്ക് 3, 5, 7 എന്ന് എടുക്കാം. 3, 5, 7. 3 + 5 + 7 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് 1, 2, 3. 3 നമ്പേഴ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 3 which is equal to 15/3 is equal to 5. നമുക്കിങ്ങനെ നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയല്ലേ പഠിച്ചത്. ഇനി നമുക്ക് അവർ നമ്പർ ഓഫ് മെഷർമെൻറ്റ്സും ആവറേജും തന്നിട്ടുണ്ട്. എന്നിട്ട് സം ഓഫ് മെഷർമെൻറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കണം. അതായത് ഇപ്പോൾ ആവറേജ് 3 എന്ന് തന്നു, നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് 4 എന്ന് തന്നു. എന്നിട്ട് നമ്മളോട് ചോദിക്കുവാണ് സം ഓഫ് മെഷർമെൻറ്റ്സ് എങ്കിൽ എത്ര. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനും ഇതുപോലൊരു ഫോർമുലയുണ്ട്. സം ഓഫ് മെഷർമെൻറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് മെഷർമെൻറ്റ്സ് ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ്. Sum of measurements is equal to average into number of measurements. ഇവിടെ നമുക്കത് യൂസ് ചെയ്ത് നോക്കാം. Sum is equal to average എത്ര? 3. 3 into number of measurements 4 into 4 is equal to 12. അപ്പോൾ sum of measurements will be equal to 12 when average is 3 and the number of measurements are 4. അപ്പോൾ രണ്ടാമത്തെ ഒരു ഫോർമുലയും നമുക്ക് മനസ്സിലായി. Sum of measurements is equal to average into number of measurements. ഇനി നമുക്ക് സം ഓഫ് മെഷർമെൻറ്റ്സും തന്നിട്ടുണ്ട്, ആവറേജും തന്നിട്ടുണ്ട്. എന്നിട്ട് എത്ര നമ്പർ മെഷർമെൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര മെഷർമെൻറ്റ്സ് ഉണ്ടെന്ന് ചോദിക്കുവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് സം ഈസ് ഈക്വൽ ടു 15 എന്നും ആവറേജ് 5 എന്നും തന്നു വെക്കൂ. നമ്മൾ ചോദിക്കുവാണ് എത്ര നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനും ഇതുപോലെ നമുക്കൊരു ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? Number of measurements is equal to sum of measurements divided by average. Number of measurements is equal to sum of measurements divided by average. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? എസ് എത്രയാണ്? 15. ആവറേജ് 5. അപ്പോൾ 15 divided by 5 is equal to 3. അപ്പോൾ എത്ര നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് ഉണ്ടെന്ന് കിട്ടി? 3. There are 3 number of measurements when the sum of the measurements is 15 and its average is 5. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 3 എണ്ണമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറക്കാതെ പഠിച്ചു വെക്കേണ്ടത്. എന്തൊക്കെയാണത്? ഒന്നും കൂടി പറയാം. Average is equal to sum of measurements
divided by number of measurements. ഇനി sum of measurements is equal to എത്രയാണ് ചോദിച്ചാൽ ഇവിടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ divided by number of measurements ആണ് കിടക്കുന്നത്. അതിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ into വരും. into number of measurements. So sum of measurements is equal to average into number of measurements. ഇനി number of measurements ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. നമ്മുടെ sum of measurements ഉണ്ട് ആവറേജും ഉണ്ട്. number of measurements കണ്ടുപിടിക്കാൻ ചോദിക്കുന്നു. എങ്ങനെ കണ്ടുപിടിക്കും? number of measurements is equal to sum of measurements divided by average. അപ്പോൾ ഈ മൂന്നെണ്ണം നിങ്ങൾ മറക്കാതെ ഓർത്ത് വെക്കണം. ഇതാണ് ബാക്കിയുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബേസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഈ മൂന്ന് ഫോർമുലാസ് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനോട് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ആവറേജ് ഓഫ് 0, 5, 7, 8. അപ്പോൾ 0ഉം 5ഉം 7ഉം 8 ഈ 4 നമ്പേഴ്സാണ് നമ്മുടെ ഉള്ളത്. ഇവരുടെ ആവറേജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ a is equal to s by n. s എന്താണ്? സം. 0 plus 5 plus 7 plus 8 divided by എത്ര നമ്പർ ഉണ്ട്? 1, 2, 3, 4 which is equal to 20 by 4 is equal to 5. 5 ആണ് ഈ നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് കിട്ടും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. A student got 4680 marks in 10 subjects. His average mark is dash. അതായത് ഒരു കുട്ടിക്ക് 10 സബ്ജക്ട്സിലായിട്ടാണ് 4680 മാർക്സ് കിട്ടിയത്. എങ്കിൽ ആ കുട്ടിയുടെ ആവറേജ് എത്ര? ആവറേജിൻ്റെ ഫോർമുല നമ്മൾ എഴുതുന്നു. a is equal to s by n. ഈ കുട്ടിക്ക് എത്ര മാർക്കാണ് ടോട്ടൽ കിട്ടിയത്? 4680. അതാണ് സം. 4680. ഇനി എത്ര നമ്പർ ഓഫ് സബ്ജക്ട്സ് ഉണ്ടായിരുന്നു? അവിടെ എത്ര സബ്ജക്റ്റ് ഉണ്ടായിരുന്നു? 10 സബ്ജക്റ്റ് അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 468 എന്ന് കിട്ടും. അപ്പോൾ ആ കുട്ടിക്ക് ആവറേജ് എത്ര മാർക്ക് കിട്ടി? 468. 10 സബ്ജക്ട്സിൽ 4680 മാർക്സ് ആണ് ആ കുട്ടി സ്കോർ ചെയ്തത്. അപ്പോൾ നമ്മൾ a is equal to s by n എന്ന ഫോർമുല യൂസ് ചെയ്തു. സമ്മിൻ്റെ അവിടെ 4680 കൊടുത്തു. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് 10 ആണെന്ന് അറിയാം. സോ ഡിവൈഡഡ് ബൈ 10 ചെയ്തു. ആൻസർ 468 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. ടോട്ടൽ ഏജ് ഓഫ് ടീച്ചേഴ്സ് ഇൻ എ സ്കൂൾ ഈസ് 798. If their average age is 38, then the number of teachers is dash. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സമ്മ് തന്നിട്ടുണ്ട് അല്ലേ? ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് സമ്മാണ്. സം ഈസ് ഈക്വൽ ടു 798. പിന്നെ ആവറേജ് ഏജും തന്നിട്ടുണ്ട്. എത്രയാണ്? 38. എന്നിട്ട് നമുക്ക് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര ടീച്ചേഴ്സ് ഉണ്ടെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? n ഈസ് ഈക്വൽ ടു എസ് ബൈ എ which is equal to 798 by 38. 798 divided by 38 is equal to 21. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു? ടോട്ടൽ ഏജ് എത്രയാണ് തന്നിട്ടുണ്ടായിരുന്നത്? അതാണ് നമ്മൾ സമ്മായിട്ട് എടുത്തത്. 798. പിന്നെ ആവറേജ് തന്നിട്ടുണ്ടായിരുന്നു 38. നമ്പർ ഓഫ് എത്ര ടീച്ചേഴ്സ് അവിടെ ഉണ്ടെന്നാണ് ചോദിച്ചത്. ഏത് ഫോർമുലയാണ് യൂസ് ചെയ്തത്? n is equal to s by a. അപ്പോൾ 798 ഡിവൈഡഡ് ബൈ 38 ഡിവൈഡ് ചെയ്തു. ആൻസർ 21 എന്ന് കിട്ടി. അപ്പോൾ അവിടെ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് എത്രയാണ്? 21. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആവറേജ് ഏജ് ഓഫ് 30 ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ഈസ് 12. 6 more children whose average age is 15 also join the class. What is the average age now? അതായത് ആദ്യം അവിടെ 30 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ പുതുതായിട്ടൊരു 6 സ്റ്റുഡൻസ് കൂടെ വന്നു. എങ്കിൽ ഇപ്പോഴത്തെ ആവറേജ് ഏജ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യം അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ ടോട്ടൽ ഏജ് കണ്ടുപിടിക്കാം. അതായത് സമ്മ് കണ്ടുപിടിക്കാം. ടോട്ടൽ ഏജ് ഈസ് ഈക്വൽ ടു നമ്മൾ ഏതാണ്? എസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് എന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 30 സ്റ്റുഡൻസ് അല്ലേ വരുന്നത്? എത്ര അവരുടെ ആവറേജ് ഏജ് എത്രയാണ്? 12. 30 ഇൻറ്റു 12 ഈക്വൽ ടു 360 എന്ന് കിട്ടി. ടോട്ടൽ ഏജ് ഓഫ് 30 സ്റ്റുഡൻസ് ആണേ. 30 സ്റ്റുഡൻസ്. ഇനി ടോട്ടൽ ഏജ് ഓഫ് ന്യൂ സ്റ്റുഡൻസ്, പുതുതായിട്ട് കുറച്ച് കുട്ടികൾ വന്നില്ലേ? ടോട്ടൽ ഏജ് ഓഫ് ന്യൂ സ്റ്റുഡൻസ് അവരെത്ര കുട്ടികളുണ്ടായിരുന്നു? 6 സ്റ്റുഡൻസ് ആണല്ലേ. 6 കുട്ടികളുണ്ടായിരുന്നു. അവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ 15 ഇൻറ്റു 6 ചെയ്തു.
90 എന്ന് ആൻസർ കിട്ടി. ഇനി ഇപ്പോൾ ഉള്ള കുട്ടികളുടെ ടോട്ടൽ ആവറേജ് ഏജ് ആണ് ചോദിച്ചേക്കുന്നത്. അതിന് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്ന? ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇവിടെ എസ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഏജ് ആണ്. അപ്പോൾ 360 പ്ലസ് 90 പുതിയ കുട്ടികളുടെയും പഴയ കുട്ടികളുടെയും കൂട്ടണം. ഡിവൈഡഡ് ബൈ നമ്പർ 30 ഓൾറെഡി ഉണ്ടായിരുന്നു, 6 സ്റ്റുഡൻസ് പുതിയതായിട്ട് വന്നു. അപ്പോൾ ഡിവൈഡഡ് ബൈ 36 വിച്ച് ഈസ് ഈക്വൽ ടു 450 ബൈ 36. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12.5 എന്ന് കിട്ടും. 30 സ്റ്റുഡൻസ് ആദ്യം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അവരുടെ ടോട്ടൽ ഏജ് എങ്ങനെ കണ്ടുപിടിച്ചു? നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം അവർ നമ്പർ ഓഫ് മെഷർമെൻറ്റ്സും ആവറേജും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ 30 × 12 ചെയ്തു 360 ആണെന്ന് കിട്ടി. പിന്നെ പുതുതായിട്ട് വന്ന കുട്ടികളുടെ ടോട്ടൽ ഏജ് എത്രയെന്ന് കണ്ടുപിടിച്ചു. അവിടെ നമുക്ക് നമ്പർ എത്ര? 6 കുട്ടികളാണ് വന്നത്. അവരുടെ ആവറേജ് ഏജ് 15 ആയിരുന്നു എന്നും തന്നു. സോ 6 × 15 ചെയ്തു 90 എന്ന് കിട്ടി. അതിനുശേഷം ഇപ്പോൾ ടോട്ടൽ പ്രസൻറ്റിൽ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ആവറേജ് ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? A = S/N എന്ന ഇക്വേഷൻ യൂസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ സമ്മ് അല്ലെങ്കിൽ കുട്ടികളുടെ ടോട്ടൽ ഏജ് എത്രയാണ്? 360 + 90 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. 30 കുട്ടികൾ ഓൾറെഡി ഉണ്ടായിരുന്നു, 6 കുട്ടികൾ പുതുതായിട്ട് വന്നു. സോ ഡിവൈഡഡ് ബൈ 30 + 6 450 ഡിവൈഡഡ് ബൈ 36 ഈസ് ഈക്വൽ ടു 12.5 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആവറേജ് ഏജ് ഓഫ് 22 teachers in a school is 45 years. 2 teachers whose age is 55 each retired from the school. Another 2 teachers whose ages are 21 and 23 respectively were newly joined. The average age of all teachers now is. അപ്പോൾ ഒരു സ്കൂളിൽ 22 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ ആവറേജ് ഏജ് 45 ആണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നും 55 ആവറേജ് ഏജുള്ള 2 ടീച്ചേഴ്സ് റിട്ടയർ ആയി പോയി. പകരം 21 23 ഏജുള്ള 2 ടീച്ചേഴ്സ് പുതുതായിട്ട് വന്നു. എങ്കിൽ ഇപ്പോഴുള്ള ടീച്ചേഴ്സിൻ്റെ ആവറേജ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിൻ്റെ ടോട്ടൽ ഏജ് എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ ഏജ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്ന ടീച്ചേഴ്സിൻ്റെ ആണേ ഈസ് ഈക്വൽ ടു എത്ര? 22 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ ആവറേജ് ഏജ് 45 ആണെന്ന് തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 990 എന്ന് കിട്ടും. പിന്നെ റിട്ടയർ ആയിപ്പോയ 2 ടീച്ചേഴ്സ് ഇല്ലേ, അവരുടെ ഏജ് എത്ര? ടോട്ടൽ ഏജ് ഓഫ് ടീച്ചേഴ്സ് റിട്ടയർഡ്. അവർ 2 ടീച്ചേഴ്സ് ആയിരുന്നു അല്ലേ. 2 ടീച്ചേഴ്സ് 55 ആവറേജ് ഏജുള്ള 2 ടീച്ചേഴ്സാണ് റിട്ടയർ ആയത്. അപ്പോൾ 55 × 2 വിച്ച് ഈസ് ഈക്വൽ ടു 110. പിന്നെയോ പുതുതായിട്ട് 2 ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അവരുടെ ടോട്ടൽ ഏജ് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാണ്, കാരണം നമ്പേഴ്സ് ആയിട്ട് തന്നെ ഓൾറെഡി തന്നിട്ടുണ്ട്. ടോട്ടൽ ഏജ് ഓഫ് ന്യൂ ടീച്ചേഴ്സ് ഈസ് ഈക്വൽ ടു എത്രയൊക്കെ വയസ്സുള്ള? 21 ഉം 23 വയസ്സുള്ള 2 ടീച്ചേഴ്സാണ് വന്നത്. അപ്പോൾ 21 + 23 ഈസ് ഈക്വൽ ടു 44. ഇനി ആവറേജ് ഏജ് ഓഫ് ഓൾ ദ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആവറേജ് ഏജ് ഓഫ് ദ ടീച്ചേഴ്സ് at present. So average is equal to sum ആണ്. സം എത്രയാണ്? ടോട്ടൽ ഏജ് 990 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 110 ടോട്ടൽ ഏജുള്ള ടീച്ചേഴ്സ് റിട്ടയർ ആയി, അതായത് അവർ പോയി. -110. പിന്നെ വന്ന ടീച്ചേഴ്സിൻ്റെ ഏജ് എത്രയാണ്? +44 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ്. 22 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, 2 ടീച്ചേഴ്സ് പോയി, 2 ടീച്ചേഴ്സ് വന്നു. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 880 + 44 ബൈ 22. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 924 ബൈ 22 വിച്ച് ഈസ് ഈക്വൽ ടു 42 ഇയേഴ്സ് എന്ന് കിട്ടും. ആദ്യം അവിടെ 22 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. 45 ആവറേജ് ഏജ് ആയിട്ടുള്ള 22 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ടോട്ടൽ ഏജ് എങ്ങനെ കണ്ടുപിടിച്ചു?
number of teachers into their average age, which is equal to 990. പിന്നെ റിട്ടയർ ആയിപ്പോയ 2 ടീച്ചേഴ്സ് ഉണ്ട്. 55 ആവറേജ് ഏജ് ആയിട്ടുള്ള 2 ടീച്ചേഴ്സ് റിട്ടയർ ആയിപ്പോയി. അപ്പോൾ അവരുടെ ടോട്ടൽ ഏജ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് ഇൻറ്റു ആവറേജ്. 55 ഇൻറ്റു 2 110. പിന്നെ പുതുതായിട്ട് വന്ന ടീച്ചേഴ്സിൻ്റെ ഏജസ് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, 21ഉം 23ഉം. അപ്പോൾ അവരുടെ ടോട്ടൽ ഏജ് 21 + 23 is equal to 44. ഇനി ഇപ്പോൾ ആ സ്കൂളിലുള്ള ടീച്ചേഴ്സിൻ്റെ ആവറേജ് ഏജ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്നും പോയ ടീച്ചേഴ്സിൻ്റെത് മൈനസ് ചെയ്തു, പിന്നെ പുതുതായിട്ട് വന്നവരെ ആഡ് ചെയ്തു, എന്നിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ. 22 ഉണ്ടായിരുന്നു, 2 പേര് പോയി, 2 പേര് വന്നു. അത് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 880 + 44 ഡിവൈഡഡ് ബൈ 22 എന്ന് കിട്ടി. 924 ഡിവൈഡഡ് ബൈ 22 വിച്ച് ഈസ് ഈക്വൽ ടു 42 ഇയേഴ്സ് എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹൈറ്റ്സ് ഓഫ് 5 friends are 170 cm, 160 cm, 145 cm, 155 cm and 120 cm. If the tallest and the shortest among them are removed, what is the average age of the remaining? അതായത് 5 കൂട്ടുകാരുടെ ഹൈറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. 170, 160, 145, 155, 120. ഇതിൽ നിന്നും ടോളസ്റ്റിൻ്റെയും ഷോർട്ടസ്റ്റിൻ്റെയും ഹൈറ്റ്സ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. അതായത് 170 ആണ് ടോളസ്റ്റ്, 120 ഷോർട്ടസ്റ്റ്. ഇവർ രണ്ടുപേരെയും റിമൂവ് ചെയ്യുവാണ്. എങ്കിൽ ഇപ്പോൾ ഉള്ള കുട്ടികളുടെ ഹൈറ്റ്സിൻ്റെ ആവറേജ് എത്രയാണ്? റിമൈനിങ് സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആവറേജ് ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? A is equal to S/n. ഇവിടെ സം എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടെ കൂട്ടണം. 160 + 145 + 155 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ്. നമ്പർ എത്ര? 1, 2, 3 മൂന്നെണ്ണല്ലേ, അപ്പോൾ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 460 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. 460 by 3. 1 times 3, 16, 5 times 15, 10, 3 times 9, 1 balance point, ഇവിടെ 0 ഇടും, 3, 9. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 153.3 എന്ന് കിട്ടും അവരുടെ ആവറേജ്. ആ 3 കുട്ടികളുടെ ഹൈറ്റ്സിൻ്റെ ആവറേജ് 153.3 എന്ന് കിട്ടും. അതായത് ഇവിടെ നമുക്ക് 5 സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഹൈറ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഷോർട്ടസ്റ്റിൻ്റെയും ലോങ്ങസ്റ്റിൻ്റെയും ഹൈറ്റ്സ് റിമൂവ് ചെയ്തു. ബാക്കിയുള്ളവരുടെ ആവറേജ് ഹൈറ്റ് എത്രയെന്ന് ചോദിച്ചേക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആവറേജ് ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ n എന്ന ആ ഒരു ഫോർമുല യൂസ് ചെയ്തു. സമ്മിന് നമ്മൾ 160 + 145 + 155 എടുത്തു. നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് എത്രയാണ്? 3 എണ്ണം അല്ലേ, അപ്പോൾ ഡിവൈഡഡ് ബൈ 3 which is equal to 460 by 3 is equal to 153.3 എന്ന് കിട്ടി. The average age of 10 players excluding the captain of a cricket team is 30. If the age of the captain is also included, there is an increase of 1 in the average age. What is the age of the captain? അതായത് 10 പ്ലെയേഴ്സ്, അതായത് ഒരു ക്രിക്കറ്റ് ടീമിലെ 10 പ്ലെയേഴ്സിൻ്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത്, ഇപ്പോൾ 10 പ്ലെയേഴ്സ് എന്താണ്? നമ്പറാണ്. ആവറേജ് ഏജ് എന്ന് പറയുന്നത് 30. ഇതിൽ ക്യാപ്റ്റനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ക്യാപ്റ്റനെ ഉൾപ്പെടുത്തിയപ്പോൾ അപ്പോൾ നമ്പർ എത്രയായി? നമ്പർ ഈസ് ഈക്വൽ ടു 11. ക്യാപ്റ്റനെ കൂടെ കൂട്ടിയപ്പം നമ്പർ ഓഫ് പ്ലെയേഴ്സ് 11 ആയി. അവരുടെ ആവറേജ് 1 കൂടി, അതായത് 30 + 1 ഈസ് ഈക്വൽ ടു 31 ആയി. എങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ്റെ ആവറേജ് ഏജ് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഭയങ്കര ഈസിയാണ്. ആദ്യം കാണുമ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് വിചാരിക്കേണ്ട, ഭയങ്കര ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് ആവറേജ് കൊണ്ട് ഇവിടുന്ന് നമുക്ക് സുഖമായിട്ട് അവരുടെ ടോട്ടൽ ഏജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സം ഈസ് ഈക്വൽ ടു n ഇൻറ്റു a ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 30 ഈസ് ഈക്വൽ ടു 300 എന്ന് കിട്ടി. ഇനി ഇവിടെ ആണെങ്കിലോ ക്യാപ്റ്റനെ കൂടെ കൂട്ടിയപ്പോഴാണ് നമ്പർ 11 ആയി, ആവറേജ് 31 ആയി. ക്യാപ്റ്റനെ കൂടെ കൂട്ടിയപ്പോൾ സം എത്രയായി നോക്കാം. 11 ഇൻറ്റു 31 ആണ്, ഇസ് ഈക്വൽ ടു 341. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ക്യാപ്റ്റനെ കൂട്ടിയപ്പോൾ
ആവറേജ് അല്ല ടോട്ടൽ ഏജ് 341 ക്യാപ്റ്റനെ കൂട്ടാത്തപ്പോൾ 300 ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ക്യാപ്റ്റൻ്റെ ഏജ് എത്രയാണെന്ന് മനസ്സിലായി. കാരണം 300 ക്യാപ്റ്റൻ്റെ ഏജ് എത്രയാണ്? ഏജ് ഓഫ് ക്യാപ്റ്റൻ is equal to 341 minus 300 which is equal to 41. എങ്ങനെ കിട്ടി? ക്യാപ്റ്റനോ കൂട്ടാത്തപ്പോൾ ഉള്ള ടോട്ടൽ ഏജും ക്യാപ്റ്റനെ കൂട്ടിയപ്പോൾ ഉള്ള ടോട്ടൽ ഏജും നമ്മുടെ ഉണ്ട്. അതിൽ നിന്നും ക്യാപ്റ്റൻ്റെ ഏജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ക്യാപ്റ്റനെ കൂട്ടിയപ്പോൾ ഉള്ളതിൽ നിന്നും ക്യാപ്റ്റനെ കൂട്ടാത്തപ്പോൾ ഉള്ളത് മൈനസ് ചെയ്യുമ്പോൾ ക്യാപ്റ്റൻ്റെ ഏജ് മനസ്സിലാവും വിച്ച് ഇസ് ഈക്വൽ ടു 41. ഇത് ഒന്നുകൂടി പറഞ്ഞു തരാം. 10 പ്ലെയേഴ്സ് ഒരു ടീമിലുണ്ടായിരുന്നു. അവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 30 ആയിരുന്നു. പിന്നെ നമ്മുടെ ക്യാപ്റ്റനെ കൂട്ടാത്തപ്പോഴാണ് 10, പിന്നെ ക്യാപ്റ്റനെയും കൂടെ കൂട്ടി. അപ്പം നമ്പർ ഓഫ് പ്ലെയേഴ്സ് 11 ആയി. ആവറേജ് 1 കൂടി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് 30ൻ്റെ കൂടെ 1 കൂട്ടി 31 നമ്മൾ എഴുതി. ഇത്രയേ നമുക്ക് ആകെ തന്നിട്ടുള്ളൂ. എന്നിട്ട് ക്യാപ്റ്റൻ്റെ ഏജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ? നമ്മൾ ആദ്യം ക്യാപ്റ്റൻ ഇല്ലാത്തപ്പോൾ ടോട്ടൽ ഏജ് കണ്ടുപിടിച്ചു, 300 എന്ന് കിട്ടി. പിന്നെ ക്യാപ്റ്റൻ ഉള്ളപ്പോൾ ഉള്ള ടോട്ടൽ ഏജ് കണ്ടുപിടിച്ചു, 341 എന്ന് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്തു, ആൻസർ 41 എന്ന് കിട്ടി. സുഖമായിട്ട് കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുവാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യൂ. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. 3, 5, 7, 7.5. ആദ്യത്തെ 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് ആണ് ക്വസ്റ്റ്യൻ.